السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ഏറെ അഭിവന്ദരും ആദരണീയരും നമ്മുടെയൊക്കെ സ്നേഹഭാജനം ശൈഖുന ആദർശേരി ഹംസക്കുട്ടി ഉസ്താദ് അവറുകളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രഗത്ഭരും ആദരണീയരും നമുക്കൊക്കെ സ്നേഹധന്യരുമായിട്ടുള്ള സാദാത്തുക്കളെ, സർവാദരണീയരായ സുലൈമാൻ ലത്തീഫി അടക്കമുള്ള ഏറെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നമ്മുടെ ഈ മഹനീയമായ മജ്‌ലിസ് ഇത്രമേൽ മനോഹരമാക്കാൻ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത, നേതൃപരമായ പങ്ക് വഹിച്ച നമ്മുടെ ഈ മഹല്ലത്തിൻ്റെയും മദ്രസയുടെയും SYSൻ്റെയും സുന്നി മഹൽ ഫെഡറേഷൻ്റെയും അടക്കം നേതാക്കളായിട്ടുള്ള ഏറെ ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നമ്മൾ വന്ന കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദും ശഫാഅത്തും നമുക്കും കുടുംബത്തിനും നമ്മളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഇവിടെ വന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ എല്ലാവരെയും കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തുന്നവരായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നരകം അല്ലാഹു ഹറാമാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ആഫിയത്ത് അല്ലാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല അത്ഭുതകരമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പൂക്കിപ്പറമ്പിലെ ഒരു സഹോദരന്റെ മകൾ വയറുവേദനയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു തആല പൂർണ്ണമായ ശിഫയും സലാമത്തും നൽകട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത്ഭുതകരമായ ശിഫ നീ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. അവർക്ക് നൽകപ്പെടുന്ന ചികിത്സകൾ നീ ഫലവത്താക്കണേ റഹ്മാനെ. എല്ലാ നിലക്കുള്ള സമാധാനവും സിഖത്തും ശിഫാവും നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ ലിഖാഇനെ കണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ചേർത്ത് തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുദീർഘമായി പ്രസംഗിക്കുകയില്ല. അഭിവന്ദരായ സയ്യിദുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കും. ഇൻഷാ അല്ലാഹ് എൻ്റെ ഇടയിൽ നിസ്കാരം നടക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിക്കാനുണ്ട്. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്കുണ്ടാവുക എന്ന് പറയുന്നത് അത് ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ അവനറിയാതെ കടന്നു വരുന്ന, അവനറിയാതെ ഉത്ഭൂതമാകുന്ന ഒരു വികാരമാണ്. സ്നേഹമുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണ് അവരെ വാഴ്ത്തി പറയുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ അവരെ വർണ്ണിക്കുവാനും പാടാനും പറയാനും ഒക്കെ ധാരാളം ശ്രമിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുവാനും ഏറ്റവും ആദരിക്കുവാനും ഏറെ ബന്ധപ്പെട്ട നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ ധാരാളം പറയും. അതൊരു മനുഷ്യന്റെ ഒരു വികാരമാണ്. അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നത് ഓരോരുത്തരെയും ഇച്ഛ അനുസരിച്ച് നിൽക്കും. ഇതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് അതിന് ഫ്രെയിം നിശ്ചയിക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം, ലൈല എന്ന പെണ്ണിനെ പ്രണയിച്ച ഖൈസ് എന്ന ആ ചെറുപ്പക്കാരന്റെ ചരിത്രം പലയിടത്തും നമ്മൾ വായിച്ച ആളുകളാണ്. ബില്ലാഹി യാ വബയാത്തിൽ ഖായി ഖുൽന ലനാ
ലൈലായ മിൻകുന്ന അം ലൈല മിനൽ ബശരി. ആ മനുഷ്യൻ പാടിയതാണ്. ഒരു മാൻപേടയെ കണ്ടപ്പോ ആ മാൻപേടയോട് ചെന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഓ മാൻപേടയെ, നീ എന്നോട് പറഞ്ഞു തരുമോ, ലൈലായ മിൻകുന്ന അം ലൈല മിനൽ ബശരി. നിന്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് ലൈലയെ ഓർമ്മ വരികയാണ്. ലൈല നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവളാണോ അതല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവളാണോ? ആരാണ് ലൈല? ഒരു മനുഷ്യന്റെ ഒരു മനസ്സ് പോയതാണ്. ആ മനുഷ്യൻ ലൈല പാർത്തിരുന്ന വീടിന്റെ ചുമരുകളെ ചുംബിച്ചുകൊണ്ട് പാടിയതും ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു മനുഷ്യനെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടത് എന്ന് അതിന് പ്രത്യേകമായ ഒരു ഫ്രെയിം നിശ്ചയിക്കാൻ കഴിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങൾ നമ്മളോട് അടങ്ങാത്ത പ്രണയമാണ്. നബിതങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച രോഗിയായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. പനി ബാധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അസുഖത്തിലും ബുദ്ധിമുട്ടിലുമാണ്. ആ നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് എന്റെ സ്വഹാബത്തിന്റെ തോളിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് കാലിങ്ങനെ വേച്ച് വേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ എത്രയോ ഖുത്ബ നിർവഹിച്ചിട്ടുള്ള ആ മിമ്പറിന്റെ പടിയിൽ നബി തങ്ങൾ ഇങ്ങനെ ക്ഷീണിതനായി അവശരായി വന്നിരിക്കുന്ന നബി തങ്ങൾ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മത്താ അൽകാ ഇഖ്വാനി, ഞാനെപ്പോഴാണ് എന്റെ കൂട്ടുകാരെ കാണുന്നത്? നബിതങ്ങളെ പ്രയോഗമാണത്. മത്താ അൽകാ ഇഖ്വാനി, ഞാൻ എപ്പോഴാണ് എന്റെ കൂട്ടുകാരെ കാണുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ അങ്ങയുടെ കൂട്ടുകാർ നബിയേ, ഞങ്ങളല്ലേ അങ്ങയുടെ കൂട്ടുകാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ തിരുത്തിയിട്ട് പറഞ്ഞില്ല, നിങ്ങളല്ല, ബൽ അൻതുമ സ്വഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. എന്റെ ഇഖ്വാൻ എന്ന് പറയുന്നത് അല്ലദീന ആമനൂ ബി വലോ യറൗനി, നമ്മളെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇതിലെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, ഒരുപാട് വയസ്സുള്ള ആളുകൾ. പക്ഷേ നബി തങ്ങൾ ജീവിച്ച കാലത്ത് ജീവിച്ച ഒരാളും ഈ കൂട്ടത്തിലില്ല. സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവരും ഈ കൂട്ടത്തിലില്ല. താബിഉകളുടെ കാലത്തും ജീവിച്ചവർ ഈ കൂട്ടത്തിലില്ല. പക്ഷേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് അല്ലദീന ആമനൂ ബി, എന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകളാണ്. അല്ലദീന യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല, കാണാതെ എന്നെ വിശ്വസിച്ച ആളുകൾ. കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. നബി തങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടില്ല, സ്വപ്നത്തിൽ കണ്ട ആളുകൾ ഉണ്ടാകും. പക്ഷെ നബി തങ്ങൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചില്ല, അതുകൊണ്ട് നബി തങ്ങളെ കണ്ടില്ല. സ്വഹാബത്തും താബികളും താബികളും ഒക്കെ പറഞ്ഞു തന്നപ്പോ നമ്മൾ ആ നബിയെ വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് നമ്മളെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ നബി തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എല്ലായിടത്തും നബി തങ്ങളെ നിറഞ്ഞു നിൽക്കണം. നമ്മൾ വെള്ളം കുടിക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നിഅമത്ത് നിലനിർത്തി തരട്ടെ. വെള്ളം കുടിക്കുക എന്ന നിഅമത്ത് വലിയ നിഅമത്താണല്ലോ. നമുക്ക് ഓർമ്മ വരണം, വലത് കൈ കൊണ്ടാണ് കുടിക്കേണ്ടത്, അതിന്റെ നബിയുടെ സുന്നത്താണ്. ഇരുന്നു കൊണ്ടാണ് കുടിക്കേണ്ടത്, അതിന്റെ നബിയുടെ സുന്നത്താണ്. ബിസ്മി ചൊല്ലിയിട്ടാണ് അത് കുടിക്കേണ്ടത്, അതാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്ന് ഓർമ്മ വരണം. അത് നമ്മളത് കുടിക്കണ പോലെയല്ല. നമ്മൾ ഇമാമത്തൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ അല്ലാഹു അക്ബർ ഇന്തികാലാത്തിന്റെ എല്ലാ തക്ബീറും നമ്മൾ കരുതണം. ഇത് അല്ലാഹുവിന്റെ ദിക്റാണ്, ദിക്റാണെന്ന് കരുതണം. വെറുതെ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യല്ല. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ സമയത്തും ഏത് സമയത്തും ഈ വിഷയത്തിൽ നബി തങ്ങൾ എന്താണ് പറഞ്ഞത്, നബി തങ്ങളെ സുന്നത്ത് എന്താണ്, അത് അനുകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാ രംഗത്തും നബി തങ്ങൾ കടന്നു വരണം. ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, കിടക്കാൻ പോകുമ്പോ, മൂത്രമൊഴിക്കാൻ പോകുമ്പോ, പുറത്തേക്ക് വരുമ്പോ, നമ്മൾ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ആളുകളോട് ഇടപെടുന്ന നേരത്ത്, സംസാരിക്കുന്ന നേരത്ത്, എല്ലാ രംഗത്തും
നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതാണ് ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതോടൊപ്പം നബിയെ ഇഷ്ക് വെക്കണം, ഇഷ്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചിലര് പറയും ഇതൊന്നല്ല നബി തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഈ പാടലും പറയലും അല്ല, അവരോട് നബി തങ്ങൾ കൊണ്ടുവന്നതിനെ കൊണ്ടുവരലാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജമാഅത്ത് 7:50 നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ പരിമിതമായ സമയമാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കുകയാണ്. ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആത്മാവിന്റെ ഉൾദാഹങ്ങളെ തസ്കിയത്തിന്റെ ജപമന്ത്രമോദി ശമനസുഖ